ആഫ്റ്റർനൂൺ ബ്രേക്കിംഗിലേക്ക് വീണ്ടും കൃഷിമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുത്തതിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. KM ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ലെന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം പുറത്തിറങ്ങി. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീ, ഒരു മിനിറ്റ്. അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലീം മാലിക് ചേരുന്നു. സലീം, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. KM ബഷീറിനെ ഓർക്കുമ്പോൾ അങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമനെ മുന്നിലിരുത്തി സംസാരിക്കാൻ അത് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും നമുക്ക് സാധിക്കില്ല. ആ പ്രതിഷേധം അവിടെ നമ്മൾ കാണുകയും ചെയ്തു. KM ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ലെന്ന് നിലപാടെടുക്കാൻ അവിടെ സാധിച്ചു. പക്ഷെ ഒപ്പം ഇരുത്തിയ മന്ത്രിയുടെ ടി സിദ്ദിഖിന്റെ നിലപാടിനെ എന്ത് വിളിക്കണം? കാരണം LDF സർക്കാർ ഈ കൊലയാളിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കൊപ്പം നിന്നവരാണ് അതേ കൊലയാളിയെ കൂടെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തുന്നത്. തന്നെ വാർത്താ സമ്മേളനം തുടങ്ങി അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് കൃഷിവകുപ്പ് ഡയറക്ടർ കൂടിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ വാർത്താ സമ്മേളനം നടന്ന സ്ഥലത്തെ ഈ കസേരയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തതാണ്, കൃഷി ഡയറക്ടർ അല്ല ആരാണെങ്കിലും ശരി, നമ്മുടെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തുകയാണ് എങ്കിൽ നമ്മൾ ബഹിഷ്കരിക്കുമെന്ന്. അപ്പോൾ ഇതൊന്ന് ഈ ടോപ്പിക് ഒന്ന് പറഞ്ഞു തീരട്ടെ എന്നായിരുന്നു കൃഷിമന്ത്രി ടി സിദ്ദിഖ് എടുത്ത നിലപാട്. പക്ഷേ വലിയ പ്രതിഷേധമുയർന്നതോടുകൂടി നാണം കെട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കൊണ്ട്. നേരത്തെ പി പ്രസാദ് കൃഷിമന്ത്രിയായിരുന്ന സമയത്തും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ അന്നും കൃഷിമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്താൻ ശ്രമിക്കുകയും മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുകയും നാണം കെട്ട് പുറത്താവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ വീണ്ടും അദ്ദേഹം ഏതെങ്കിലും നിലയിൽ ഒരു അബദ്ധം എന്ന നിലയിൽ കൃഷി വകുപ്പിന്റെ ഒരു പരിപാടിക്ക് അതിന്റെ വാർത്താ സമ്മേളനത്തിൽ കയറിയിരിക്കാമെന്ന് കരുതിയതല്ല. അതിനു പകരം മാധ്യമപ്രവർത്തകരെ നമ്മുടെ മുൻപിൽ വെല്ലുവിളിക്കാനാണ്, പുതിയ മന്ത്രി വന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ ആ വെല്ലുവിളിയെ ചെറുത്തു തോൽപ്പിച്ചു മാധ്യമപ്രവർത്തകർ എന്നുള്ളതാണ്. തങ്ങളുടെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ, കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ, ഇപ്പോഴും പ്രതിയായ കേസിൽ ഇപ്പോഴും വിചാരണ നേരിടുന്ന അയാളെ ഒപ്പവരുത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനവും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് മാധ്യമപ്രവർത്തകർ എടുത്തതോടുകൂടിയാണ് ഇവിടെ നിന്ന് ശ്രീറാം വെങ്കിട്ടരാമന് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നത്. ധന്യ. ഇതിലെ സർക്കാരിന്റെ നിലപാട് കൂടി വ്യക്തമാവുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് സർക്കാരിനെ എതിർക്കാൻ, അന്നുണ്ടായിരുന്ന LDF സർക്കാരിനെ എതിർക്കാൻ മാത്രമായുള്ള ഒരു ആയുധം മാത്രമായിരുന്നു കോൺഗ്രസുകാർക്ക് KM ബഷീറിന്റെ മരണം എന്നുള്ളതാണ്. സലീം മാലിക് പറഞ്ഞ പോലെ സലീമിനോ ഇല്ലെങ്കിൽ VV അരുണിനോ അവിടെ ഇരിക്കുന്ന തിരുവനന്തപുരത്തെ മറ്റൊരു മാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ ബഷീറിനെ മറക്കാൻ സാധിക്കില്ല. ശ്രീറാം വെങ്കിട്ടരാമൻ ഇരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കാനോ അത് പറയുന്നത് കേൾക്കാനോ പോലും സാധിക്കില്ല എന്നുള്ളതിന്റെ പ്രതിഷേധമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആ കേസിൽ ഒരേ ഒരു പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമനെ കൂടെ ഇരുത്തിയതിൽ ടി സിദ്ദിഖ് വീണ്ടും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.